നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയായിരുന്നു കാവ്യ മാധവൻ. അന്നും ഇന്നും കാവ്യയ്ക്ക് വലിയ ജനപ്രീതിയാണ് ലഭിച്ചിട്ടുള്ളതും. ഇടയ്ക്ക് നടി പല ഗോസിപ്പുകളിലും നിറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിലും അതൊന്നും സത്യമല്ലെന്ന് പിന്നീട് തെളിഞ്ഞു. ദിലീപും മഞ്ജു വാര്യരുമായിട്ടുള്ള വിവാഹമോചനത്തിന് പിന്നാലെ കാവ്യയും ദിലീപും വിവാഹിതരായി. ഇതോടെ മുൻപ് പ്രചരിച്ചിരുന്ന ഗോസിപ്പുകളൊക്കെ ശരിയായിരുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. അന്നു മുതൽ കാവ്യയ്ക്കും ദിലീപിനുമെതിരെ ഗുരുതരമായ അധിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. വിമർശനങ്ങളെയും വിവാദങ്ങളെയും ഒക്കെ മറികടന്ന് സന്തുഷ്ടമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് കാവ്യയും ദിലീപും ഇപ്പോൾ. അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് കാവ്യ കടന്നു വന്നത്. കുടുംബജീവിതത്തിനാണ് കാവ്യ ഇന്നും പ്രാധാന്യം നൽകുന്നത്. എങ്കിലും പ്രിയ നടി തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. ബാലതാരമായാണ് കാവ്യ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെ നായികയുമായി. പിന്നീട് അങ്ങോട്ട് കാവ്യയുടെ ജൈത്രയാത്രയായിരുന്നു. സെപ്റ്റംബർ 19 ഒരു വയസ്സുകൂടി 40ലേക്ക് കടന്നിരിക്കുകയാണ് കാവ്യ. 30കളിൽ വിവാദങ്ങൾക്ക് തീരെ പഞ്ഞമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്നും കാവ്യയുടെ വ്യക്തിജീവിതം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തെറ്റായ കാരണങ്ങളിലായിരുന്നു. ഒരു സമയത്ത് സിനിമാ ജീവിതത്തെ പോലും അത് ബാധിച്ചു. ഗോസിപ്പ് കോളങ്ങളിൽ ആധിപത്യം പുലർത്തിയ കാവ്യ ഇന്ന് സന്തുഷ്ടകരമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. 1984 സെപ്റ്റംബർ 19 തിരുവാതിര നക്ഷത്രക്കാരിയായ കാവ്യയുടെ ജനനം. ബാലതാരമായി എത്തി നായിക നിരയിലേക്ക് ഉയർന്ന നടി കൂടിയാണ്. മലയാളത്തിലും തമിഴിലും അഭിനയിച്ചിട്ടുള്ള കാവ്യമാധവന്റെ സ്വദേശം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ്. അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ഇപ്പോഴും കാവ്യയ്ക്ക് ആരാധകർ ഏറെയാണ്. ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം കാവ്യയുടെ പിറന്നാൾ ആഘോഷമാക്കിയിരിക്കുകയാണ്. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ 1991 വെള്ളിത്തിരയിൽ അരങ്ങേറിയ കാവ്യ ലാൽ ജോസിന്റെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്ക് എന്ന സിനിമയിലൂടെയാണ് ദിലീപിന്റെ നായികയായി തുടക്കം കുറിച്ചത്. ഡാർലിംഗ് ഡാർലിംഗ്, തെങ്കാശിപ്പട്ടണം, സഹയാത്രികയ്ക്ക് സ്നേഹപൂർവ്വം, അതുപോലെ രാക്ഷസ രാജാവ്, ദോസ്ത്, ഒന്നാമൻ, അതുപോലെ ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ, മീശമാധവൻ, തിളക്കം, സദാനന്ദന്റെ സമയം, മിഴിരണ്ടിലും, പുലിവാൽ കല്യാണം, പെരുമഴക്കാലം തുടങ്ങി ഏറ്റവും ഒടുവിൽ പിന്നെയും വരെ നീളുന്നതാണ് കാവ്യയുടെ ഫിലിമോഗ്രാഫി. കാവ്യയുടെ ജീവിതം കീഴ്മേൽ മറിച്ച ഏറ്റവും വലിയ ഗോസിപ്പ് നടൻ ദിലീപുമായി ചേർന്നതായിരുന്നു. ദിലീപുമായി പ്രണയത്തിലാണെന്നും വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന തരത്തിൽ നിരവധി വാർത്തകൾ വന്നിരുന്നു. കാര്യം പലവട്ടം കാവ്യയും ദിലീപും നിഷേധിച്ചു എങ്കിലും ആരും വിശ്വസിച്ചില്ല. ഒടുക്കം താൻ കാരണം അപവാദം കേട്ട ആളെ തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ കുടുംബവും കുഞ്ഞുങ്ങളുമായി സ്വസ്ഥ ജീവിതം നയിക്കുകയാണ്. 2009 നിശാൽ ചന്ദ്രയുമായിട്ടായിരുന്നു കാവ്യയുടെ ആദ്യ വിവാഹം. 2011 ഇവർ വേർപിരിഞ്ഞത്. 2018 ഒക്ടോബർ 19 ഒരു പെൺകുട്ടിയുടെ അമ്മയാകുന്നത്. കുടുംബവും കുഞ്ഞുങ്ങളുമായി സ്വപ്ന ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച കാവ്യയ്ക്ക് ഇന്ന് സ്വപ്ന സമാനമായ ജീവിതമാണ് ലഭിച്ചത്. എന്നും നിറഞ്ഞ ചിരിയോടെ മാത്രം കണ്ടിട്ടുള്ള തങ്ങളുടെ നായികയെ അങ്ങോളം ആ ചിരിയോടെ കാണാൻ കഴിയട്ടെ എന്നാണ് ആരാധകർ ആശംസിക്കുന്നത്. എന്തായാലും കാവ്യയുടെ പിറന്നാൾ ഫാൻസുകാർ ആഘോഷമാക്കിയതുപോലെ തന്നെ ദിലീപും മീനാക്ഷിയും ഒക്കെ വളരെയധികം ആഘോഷമാക്കിയിരിക്കുകയാണ് കാവ്യയുടെ പിറന്നാൾ. അവരെന്ത് സർപ്രൈസ് ആവും കൊടുക്കുക എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. എല്ലായ്പ്പോഴും പോസ്റ്റ് ഇടുന്ന മീനാക്ഷി ഇന്ന് ഇതുവരെ ഈ സമയം വരെയും പോസ്റ്റ് ഇട്ടും ഒന്നും കണ്ടില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ. എന്തായാലും എന്താണ് അവർ കാവ്യയ്ക്ക് നൽകാൻ പോകുന്ന സർപ്രൈസ് എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.